പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജോബിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം എത്തുന്നുണ്ട്. തലയ്ക്ക് ഗുരുതര പരിക്കുമേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ജോബിയുടെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മിഥുൻ മുരളി വിവരങ്ങൾ നൽകും. മിഥുൻ, പോലീസ് എന്താണ് പറയുന്നത്? വീടിനുള്ളിലാണ് യുവാവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത്. റാന്നി പെരിങ്ങോട്ടുകടവ് റോഡ് കടവിൽ ജോബിയാണ് ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിലാണ് ബന്ധുവീട്ടിലേക്ക് ജോബി എത്തിയത്. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് ജോബിയുടെ ബന്ധുവായ റെജി എന്ന ആളാണ്. ഈ റെജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ജോബിയുടെ തലയിലും ദേഹത്തുമെല്ലാം പരിക്കുണ്ട്. തലയുടെ പിൻഭാഗത്ത് മാരകമായ മുറിവുണ്ട്. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ മുറിയിലും ആകെ രക്തം പടർന്നു പിടിച്ച് നിലയിലുമായിരുന്നു. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ജോബി റെജിയുടെ വീട്ടിലെത്തി. അതിനുശേഷം ജോബിയും റെജിയും ഇന്നലെ രാത്രി മദ്യപാനം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഇടയിലുണ്ടായ തർക്കമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സംശയമാണ് പോലീസിന് ഉള്ളത്. ഇങ്ങനെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ജോബി റെജിയുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം രാത്രിയിൽ ഇരുവരും ചേർന്ന് മദ്യപിക്കുന്നു. മദ്യപാനത്തിനിടയിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് കൊലപാതകത്തിന് കാരണമായി എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വിശദമായ റെജിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെജി അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്കാണ് താമസം. ഈ അംഗവൈകല്യമുള്ള വ്യക്തി ഇനി കൂടുതൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണോ ഇത്തരം കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അനു. ശരി.